सेल्फी सेल्फी तुम सेलिब्रिटी कानिല്ല कैमरा अच्छा है ज्यादा अच्छा कैमरा अच्छा है ना ब्लॉक नहीं हां चलिए अभी इधर नहीं है ना ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 9:21 ആയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ഫുഡൊന്നും ഇല്ല, ഉച്ച ഫുഡൊന്നും ഇല്ല, എന്നാലും ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നമുക്ക് വേഗം ഊബർ ഓണാക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9:21 ആയിട്ടുണ്ട് സമയം. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് ഊബർ ഓണാക്കാം. സർജ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് കൂടെയൊക്കെ സർജ് കാണിക്കുന്നുണ്ട്. ഇന്നെന്താ അവസ്ഥ എന്നറിയില്ല, നല്ല ബ്ലോക്ക് ഉണ്ടോ എന്നറിയില്ല. 9:21 നല്ല ബ്ലോക്കുള്ള സമയമാണ് നമ്മൾ ഓണാക്കണേ. ഇപ്പോൾ റാപ്പിഡ് ഒമ്പാട് ഓണാക്കാം. ഊബറിൽ ഇന്നലെ എത്ര 202 രൂപ എത്ര കൊടുക്കാണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 0 ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ ആലുവക്ക്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ആലുവക്കായിരുന്നു. 500 മീറ്ററാണ് പിക്കപ്പ് ഉള്ളത്. പേര് വന്നിട്ടില്ല കേട്ടോ, കുറച്ച് ഹാങ്ങിലാണ് ഫോൺ. ഇപ്പോൾ ഓണാക്കല്ലേ, നെറ്റൊക്കെ ഓണാക്കിയപ്പോഴേ മെസ്സേജ് ഒക്കെ വരുന്നതിൽ ഞാൻ വണ്ടീൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം ചെയ്തിരുന്നു. ഒന്നും ക്ലിയർ ചെയ്യാനൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മളെ കസ്റ്റമറുടെ പേര് വന്നിട്ടില്ലല്ലോ, ഒന്ന് ആപ്പ് ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കി നോക്കട്ടെ. ഊബർ കസ്റ്റമർ ട്രിപ്പ് നമ്മൾ കൺഫേം അടിച്ചിട്ടുണ്ട്. ഞാൻ അക്സെപ്റ്റ് റേറ്റ് പോയിട്ടുണ്ടോ? ഞാനേ അവിടുന്ന് ഒരു 100 മീറ്ററാണ് പോകുന്നത്. അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴും കസ്റ്റമറുടെ പേര് കാണിക്കുന്നില്ല. സംതിങ് വെൻറ്റ് റോങ്, അത് കിട്ടിയില്ലോണോ. നമ്മൾ അക്സെപ്റ്റ് റേറ്റ് എന്തെങ്കിലും വയ്ക്കണോ? നമ്മൾ അക്സെപ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടോ. 99 ഉണ്ടായിരുന്നു, 98 ആയി. ഇത് ഈ ഫോണിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല. ഈ ഫോണിന് നെറ്റ് എടുക്കുന്നത് കുറച്ച് സ്ലോ ആണ്, എന്താ അറിയില്ല. എന്തായാലും നമ്മളൊരു അക്സെപ്റ്റ് റേറ്റ് പോയി, സമാധാനമായി. ഇനിയിപ്പോൾ ഏത് ബ്ലോക്കൊക്കെ ട്രിപ്പ് അടിക്കുന്നതാവും. ആലുവക്ക് വലിയ ബ്ലോക്ക് ഇല്ലാണ്ട് പോവായിരുന്നു നമുക്ക് ഫസ്റ്റ് ട്രിപ്പ്. ഇനി നമുക്കേ ഒരു കാര്യം ചെയ്യാം, ബോംബെ കഫേൻ്റെ അടുക്ക് പോവാം, ഒരു ചായ അടിക്കാം. അതിൻ്റെ മുമ്പ് ട്രിപ്പ് അടിക്കൂട്ടോ, കാരണം ഇത്ര സർജ് കാണിക്കുന്നുണ്ട് അവിടെ കണ്ടോ, ഫുള്ള് കളറാണ്. അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കാൻ വെക്കൂല. നമുക്ക് റാപ്പിഡ് ഒമ്പാടെ ഒന്ന് ഓണാക്കി നോക്കാം. റാപ്പിഡ് ഓൺ ആയിട്ടില്ല. റാപ്പിഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും അടിക്കോക്കട്ടെ, അടുത്ത ഏതടിക്കോക്കട്ടെ. നമ്മളെ എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നിഖിൽ എന്നാണ് പേര്. 209 രൂപ ഉണ്ട്. എടപ്പള്ളി ഏത് ഭാഗത്തേക്കാന്ന് അറിയില്ല. 900 മീറ്റർ ഉണ്ട് പിക്കപ്പിന്. നമ്മളെ കൊല്ലംകുടി മുകൾ റോട്ടിൽ നിന്നാണ്. ബ്ലോക്ക് ഉണ്ട് കേട്ടോ, കറക്റ്റ് നമ്മളെ ഫസ്റ്റ് ബ്ലോക്ക് തന്നെ ചാടിയിട്ടുണ്ട്. എന്തായാലും ഇതുണ്ടോ അപ്പുറത്തെ സൈഡ് വണ്ടി നീങ്ങണല്ലേ, പെരും ബ്ലോക്ക്. അതാണ് എടപ്പള്ളിക്കാ തിരിയണ അവിടെ ആകെ അങ്ങോട്ട് ജോയിന്റ് ആയിട്ടുണ്ട്. നമ്മളെ ഭാഗം ഇനി എവിടെയെന്നോ, നമ്മളെ ഭാഗം ഇനി അവിടെ ഇപ്പോൾ ബ്ലോക്ക് ആവും. കാരണം ഇവിടുന്ന് ഒരു ജോയിന്റിങ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഭാരത്മാതന്റെ അവിടെയും ഒരു ജോയിന്റിങ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മളത് ഈ റോഡ് ബ്ലോക്ക് ആവില്ല. പക്ഷെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റ് തിരിയാനാണ്, അതുകൊണ്ട് വലിയ ബ്ലോക്ക് കിട്ടൂല. പക്ഷെങ്കിൽ ഇനി എടപ്പള്ളിക്ക് ആകുമ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് കയറേണ്ടി വരും, ഈ ബ്ലോക്ക് കൂടി ഒന്ന് പോരേണ്ടി വരും. അയ്യോ, രാവിലെ തന്നെ പെരും ബ്ലോക്ക്. 9:30 ഉണ്ട് സമയം. സ്കൂളും ഓഫീസും എല്ലാ ടൈമും ഉണ്ടല്ലോ. ആ ഭാഗത്ത് വരി ഇപ്പോഴും നീങ്ങണന്നല്ല കേട്ടോ. ഈ സമയത്തൊക്കെ ഓടാക്കണാണ് നല്ലത്, നമ്മളെ പരിപ്പളകും. ഓടാൻ ബെസ്റ്റ് സമയം രാവിലെയും രാത്രിയാണെന്ന് ഇപ്പോൾ തോന്നുന്നത്. പെരും ബ്ലോക്കാണ് ഇപ്പോൾ. നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പിൻ്റെ കസ്റ്റമർ ആട്ടത്. ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു, അപ്ഡേറ്റിംഗ് ആവണുള്ളൂ ഇന്നത്തെ ഏണിങ്സ്. അപ്പോൾ എത്ര സമയം എടുത്തു അറിയോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 31 മിനിറ്റ് എടുത്ത്, 4 കിലോമീറ്റർ പോരാനും 31 മിനിറ്റ് എടുത്ത് ഫസ്റ്റത്തെ ട്രിപ്പ്. ഇനിയിപ്പോ സെക്യൂരിറ്റി മാമൻ വരുന്നുണ്ട്. ഇതുപോലെ സെൽഫി സെൽഫി തും സെലിബ്രിറ്റി കാണില്ല. कैमरा अच्छा है ज्यादा अच्छा कैमरा अच्छा है ना ब्लॉक नहीं हां चलिए अभी इधर नहीं है ना, आपको मालूम नहीं है. तुम नाम क्या? हमीदुल. मेरा शाहिर. शाहिर 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 एक ही है ना, मुस्लिम ही है. मुस्लिम. तुम मुस्लिम है. हमीदुल तो मुस्लिम ही है ना. अच्छा, ब्रेकफास्ट चाय पे खाना खा के रूम से. क्या? चपाती यस. करी था, अंडा करी. कितना अंडा है? दो अंडा और 2 बना के लेके आया. तुम क्या खाया? मेरा खाया नहीं, अभी तक नहीं खाया. अभी खाया. कितना बड़ा कितना बड़ा है अभी? मॉर्निंग से बड़ा 7 o'clock. 7 o'clock. मैं बोला कितना बड़ा में कितना कस्टमर मिला था? कितना मिला था? हाउ मच कस्टमर? 2 कस्टमर. हेलो, वन फर्स्ट कस्टमर. वन कस्टमर. किधर से लेके आया? किधर से? ഇത് യൂട്യൂബ് കാട്ടോ. യൂട്യൂബ് കാണത്. यूट्यूब नहीं, किधर से लेके आया? किधर से लेके आया? चल इधर. मैं बोला है इधर लेके आया ना.
तो किधर से जाए आलवा से ना किधर ആലുവനെ കാക്കനാട്. understand അണ്ടർസ്റ്റാൻഡ്. ഓക്കെ മാലൂം. ഫുൾ ഇന്ത്യയാണ് രാവിലെ തന്നെ. നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ മൊബൈൽ ഷോപ്പിന്റെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടേക്ക് മൊബൈൽ ഷോപ്പിന്റെ അവിടെ ഒരു 100 മീറ്ററും കൂടി ഉള്ളൂ. അപ്പൊ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 400 മീറ്ററിൽ ഒരു മേരി കളമശ്ശേരിക്കാണ്. ഞാൻ ആദ്യം നോക്കി കാക്കനാടാണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട വിചാരിച്ചിട്ട് ഷോപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി പോയിട്ട് മേരിയെ പിക്ക് ചെയ്യട്ടെ. 130 രൂപയുടെ എന്തോ ട്രിപ്പാണ്. ഇനിയിപ്പോ ഈ മേരിനെ ഇവിടുന്ന് കിട്ടുമെന്നാവോ? ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് റോഡൊന്ന് മാറി എന്നിട്ട് തിരിച്ചു വന്നു ബ്ലോക്ക് കൂടെയൊക്കെ. ഇപ്പൊ ഇവിടെ അല്ലാന്നുണ്ടെങ്കിലേ നമ്മളെ കഷ്ടകാലായിരിക്കും. ഇതിങ്ങനെ റോഡ് അവിടെ അവസാനിക്കണം. ഒരു വീടിന്റെ ഗേറ്റ് ആണ് അവിടെ ഉള്ളത്, ആ ബ്ലാക്ക്. അപ്പോ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. അവിടെ 2 ലേഡീസ് നിക്കുന്നുണ്ട്. അതില് മേരി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അരേ ഇവിടെ വരാന്. നമ്മളെ കസ്റ്റമർ നമ്മളിപ്പോ നിക്കണ അവിടുത്തെ ഒരു ചേട്ടനാണ് വരുന്നുണ്ട്. അത് നമ്മളെ കിൻഡർ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്ത് പേയ്മെന്റ് വാങ്ങുന്നിടയിൽ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വടുതലക്കാണ് 213 രൂപയുടെ എന്തോ ട്രിപ്പാണ്. 700 മീറ്ററും കൂടി ഉണ്ട് പിക്കപ്പ്. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് വടുതല ഏകദേശം ചിറ്റൂർ ഭാഗത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 202 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. ടോട്ടൽ 534 രൂപ ഉണ്ട് നമ്മൾ ഇന്നത്തെ ഏണിങ്സ്. അപ്പൊ ഇനി 11:06 ആയിട്ടുണ്ട് സമയം. നമുക്ക് ചായ കുടിക്കണം. വടുതല റെയിൽവേ ഗേറ്റ് ആണിത്. അപ്പൊ ഇനി നമുക്ക് ഹൈക്കോർട്ടിൽ പോയിട്ട് പൊറാട്ടയും ചിക്കൻ പാർട്സും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. പൊറാട്ട കഴിച്ചാൽ പിന്നെ ഇനി കുറച്ച് നേരത്തിന് ഇനി ഒന്നും കഴിക്കണ്ട. പക്ഷെങ്കിൽ അവിടെ എന്താന്ന്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂല. ഇനിയിപ്പോ ആ മതിലിനോട് ചാരിയിട്ട് കെട്ട് കഴിഞ്ഞാല് വീണ്ടും ഫൈൻ വരും. ഇന്നലെ ഇപ്പൊ 500 ഫൈൻ വന്നു നോ പാർക്കിങ്ങില്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ടീ ബ്രേക്ക് ഇട്ടിട്ട് പോവാം. അഥവാ വല്ല ഗ്യാപ്പും കിട്ടിയാല് എന്തായാലും ഫുഡ് എന്തായാലും കഴിക്കണം. ഇനി ട്രിപ്പ് എടുക്കാൻ പറ്റൂല. അപ്പൊ ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. അവിടെ പൊറാട്ട ഉണ്ടായിരുന്നില്ല. നമ്മൾ കരുതിയ സാധനം കിട്ടിയില്ല. അപ്പൊ പുട്ടും ബീഫും കഴിച്ച് 12:09 ഉണ്ട്. പിന്നെ 9 ഉണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റായി ഫോണാക്കിയിട്ട് അടിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചലിച്ച് നോക്കാം. നമ്മള് പാട്ടും കേട്ട് ഇങ്ങനെ പോന്ന് സൗത്ത് മെട്രോ സ്റ്റേഷന്റെ അവിടെ എത്തി. ഇപ്പൊ ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് സ്ഥലത്ത്. നമ്മളെ തുതിയൂരിലേക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്കായിരുന്നു കേട്ടോ നമ്മളെ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളിവിടെ വന്നേക്ക് 272 രൂപയുടെ ഒരു മാച്ച് ട്രിപ്പ് വന്നു. ഞാൻ എടുത്തിട്ടില്ല. 3.5 കിലോമീറ്റർ പിക്കപ്പും 14 കിലോമീറ്റർ ഡ്രോപ്പും. 36 മിനിറ്റ് സമയം കണ്ടു. വലിയ ബ്ലോക്കൊന്നും കണ്ടില്ല. പക്ഷെങ്കിൽ പിക്ക് ചെയ്യാൻ 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. 272 നല്ല റേറ്റ് തന്നെയാണ്. തേവരക്കാണ്. ഞാൻ ഏതായാലും എടുത്തില്ല. ഞാൻ അടുത്ത ട്രിപ്പായിട്ട് വരട്ടെ. മറ്റേ ട്രിപ്പ് എടുക്കാതെ നന്നായി. നമുക്ക് അടുത്തൊരു 241 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആന്റണി. ഇത് സൗത്ത് ഭാഗത്തേക്ക് തന്നെ തോന്നുന്നുണ്ട്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്തോ ഉള്ള പിക്കപ്പ് ഉള്ളത്. 1.1 കിലോമീറ്റർ ഉള്ള പിക്കപ്പ്. അപ്പോൾ ഇത് തുതിയൂര് ജംഗ്ഷൻ എന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. 241 രൂപ. ഇപ്പം നമ്മൾ പോകുന്ന ട്രിപ്പും ഏകദേശം ആ റേറ്റ് ആണ്. 229 ഉള്ളൂ. അത് നമ്മൾ 12 കിലോമീറ്റർ 11.75 കിലോമീറ്റർ ഓടിയുണ്ട്. 40 മിനിറ്റ് എടുത്തിട്ടോ. നല്ല ദൂരം എടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ട്രിപ്പ് എന്താ അവസ്ഥ നോക്കട്ടെ. ആന്റണിയെ പോയി പിക്കട്ടെ. ഇപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തുതിയൂരിന്ന് ഒരു ട്രിപ്പ് അടിച്ച് 230. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് 150 രൂപയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ച് ഇവിടെ മട്ടാഞ്ചേരിക്ക്. അപ്പോൾ അവിടുന്ന് റാപ്പിഡോയിൽ ഒരു 113 ട്രിപ്പും പാടെ ഓടിയുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു കഫേ. മേലെ ഇങ്ങനെ നല്ല ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു കഫേയാണ്. അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. നല്ല വൈബ് സ്ഥലം. നമ്മള് കുറച്ചപ്പുറത്ത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം 4:18 പിന്നെ നമ്മൾ അവിടുന്ന് ട്രിപ്പ് അടിക്കാത്തതുകൊണ്ട് നേരെ തോപ്പുംപടി ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി. ആ ബീച്ച് റോഡിന്റെ ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ ട്രിപ്പ് അടിച്ച് ഒരു 150 രൂപയുടെ സായിപ്പ്. അപ്പൊ ഇനി ഇവിടെ ഒരു വീടുണ്ടോ, ഈ ഓടിട്ട വീട്. അവിടെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ, ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 4:38 ഒരു പ്രശാന്ത് റാപ്പിഡോയിലാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഊബർ ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്ക് ഇടുന്നുണ്ട്. അതെ, ഷൂട്ടിങ് മമ്മൂട്ടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗ്രേ കളർ BMW അവിടെ കിടക്കുന്നുണ്ട്. 369 നമ്പർ. അപ്പൊ 369 മുമ്പ് വേറെ നമ്പർ പാടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് സംഭവം എനിക്ക് അറിയില്ല. പിന്നെ മമ്മൂട്ടിന്റെ കാരവാന്റെ കളറിലുള്ള ഒരു ബസ്സും അവിടെ ഉണ്ട്.
പക്ഷെ അതെങ്കിൽ അത് ഇട്ടിരിക്കുന്ന പൊസിഷൻ വേറെ ഉണ്ട്, അതിന്റെ നമ്പർ കാണാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തോ ഒരു കോടതിന്റെ എന്തോ ഒരു ഷൂട്ടിംഗ് ആണ്. റാപ്പിഡോന്റെ ഇത് എടുക്കാൻ നോക്കട്ടെ കേട്ടോ ലൊക്കേഷന്. ഇവിടെ ഒരു ഗ്രേ കളർ BMW കണ്ടോ. പിന്നെ ബസ്സിന്റെ നമ്പർ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ പിക്കപ്പ് ഇവിടെ ബീച്ചിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പിക്കറ്റ് ഇവിടെയാണ് ഷൂട്ടുള്ളത്. ഇത് നമ്മളെ പള്ളുരുത്തി വഴി പോന്നിട്ട് ഇവിടെ ഒരു കെന്റിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. ഈ അരൂരൊക്കെ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മളെ CNG ഒരു പുള്ളിമ്പാടുള്ളൂ. ഇവിടെ അരൂര് ഭാഗത്തൊരു CNG പമ്പ് ഉണ്ട്. അത് എവിടെയെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. കുറെ ദിവസം കഴിഞ്ഞാൽ പണ്ടെന്നോ അടിച്ചതാണ്. അവിടേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കി നോക്കട്ടെ. ഇവിടെ അടുത്തുള്ളത് 2.5 കിലോമീറ്ററുള്ള ഒരു ഭാരത് പെട്രോളിയം ഉണ്ട്. അത് തന്നെയാണോ നോക്കട്ടെ. അരൂര് ജംഗ്ഷൻ എത്തുന്നതിന്റെ മുമ്പ് അത് തന്നെയാണ്. അപ്പോ എത്ര കിലോമീറ്ററാ? 2.5 കിലോമീറ്റർ, 7 മിനിറ്റ്. അപ്പൊ അവിടെ ചെന്ന് നോക്കട്ടെ. ഇതാട്ടോ നമ്മളെ CNG പമ്പ്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, CNGന്റെ ബോർഡ് ഉണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല, CNG ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. ചോദിച്ചോട്ടെ, കുറേ ദിവസമായി ഇവിടുന്ന് അടിച്ചിട്ട്. 695 രൂപക്കാ CNG അടിച്ച്. നല്ല പ്രഷർ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ആ കാറ്റില് കണ്ടപ്പോ പ്രഷർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. 146 കിലോമീറ്റർ ആണ് കഴിഞ്ഞിൽ ഓടിയത്. 0 ആക്കിയിട്ടുണ്ട്. പിന്നെ ഊബർ ഞാൻ ജസ്റ്റ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ ഒരു വേഗനറാരും കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമോന്ന് അറിയില്ല. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഞാൻ കണ്ടു, ആ ഒരു പുഴയുടെ തീരത്ത്. അപ്പൊ അവിടെ ചെന്നോട്ടെ. അവിടെ ഒരു ചായക്കട ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാം കുറച്ചു നേരം. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല രസമുണ്ട് ഈ ഒരു സമയത്ത് നിൽക്കാൻ. അപ്പൊ ഇവിടെ ഒരു കട ഉണ്ട്, അവിടെ ഒരു കട ഉണ്ട്. ഇവിടെ ചായ എന്തായാലും ഉണ്ടോന്ന് അറിയില്ല, ചായ ഇല്ലാത്ത പോലെയാണ് കണ്ടിട്ട്. അപ്പോൾ ഊബർ ഓണാണ്. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. ഇവിടെ എന്തായാലും ഒക്കെ കിട്ടുമെന്ന് നോക്കി നോക്കട്ടെ. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കാം. നമുക്ക് ചായ എടുക്കുന്നിടയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും ഒരു സവാള വട വാങ്ങിയത്. സവാള വട നല്ല രസമുണ്ട്. അപ്പോൾ ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 4 മിനിറ്റ് ആവുമെന്ന്. അപ്പോൾ ആളിപ്പോഴാണ് മെസ്സേജ് കാണുന്നത്. വണ്ടി നീങ്ങാത്തോണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്യാൻസൽ ആയില്ല. ഭാഗ്യത്തിന് ചെറിയൊരു ഇന്റർസിറ്റി ആട്ടോ. 300 എത്ര ഉണ്ട്, എറണാകുളം ഭാഗത്തേക്കാന്ന് തോന്നുന്നുണ്ട്. ലിഷ എന്നാണ് പേര്. നമുക്ക് ഏകദേശം ആ വൈറ്റിലെ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 111 രൂപയുടെ വെണ്ണലക്ക്. 2 കിലോമീറ്റർ ഡ്രോപ്പ്, ഒരു 500 മീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. ഇനി ഒരു 300 മീറ്ററും കൂടി ഉണ്ട്. നിരഞ്ജന എന്നാണ് കസ്റ്റമറുടെ പേര്. നമ്മളിങ്ങോട്ട് അരൂര് ടോള് വഴിയാണ് പോകുന്നത്. അപ്പോൾ ടോളില് ആ ഗേറ്റ് എത്തുന്നതിന്റെ മുമ്പേ എന്നോട് വേഗം പോകാൻ പറഞ്ഞു. കാരണം വേക്കിൽ ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി പെട്ടെന്ന് തുറന്നതുകൊണ്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തുറന്നു. ഞാൻ കരുതി ടോള് ഫാസ്റ്റാഗിന്ന് പോയിട്ടുണ്ടാവില്ല. അപ്പൊ പോയിട്ടുണ്ട്. ഈ ട്രിപ്പ് നമുക്ക് കഴിയുമ്പോഴത്തേന് ഇപ്പൊ 2-3 ട്രിപ്പ് വന്നിട്ട് ക്യാൻസലായി. പെരും സർജാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല ബ്ലോക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പെടുവോ എന്താ അറിയില്ല. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്കിൽ ഇട്ടുക. ഇപ്പൊ ഒരു മാച്ച് ട്രിപ്പും വന്ന് ഞാനിപ്പോ വിഷ്ണുവിനെ വിളിച്ചു നോക്കി. എയർപോർട്ടിലാണ്. എന്താ വരവൊക്കെയാണ് മഴന്റെ ഒരു വരവ്. മഴക്കാറാകെ മൂടി. എന്താ രസം. ഇനിയിപ്പോ പെയ്യും മഴ. അതിന്റെ ഇടയിൽ കൂടി ബ്ലോക്കിലും പാടെ പെട്ടാലും പെട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്ത് വെച്ചു. നല്ല ബ്ലോക്ക് ഉണ്ട്. റാപ്പിഡ് ഓൺ ആക്കണമെന്ന് എഴുതിന്, അതും വേണ്ട. കാരണം നല്ല ബ്ലോക്കാ. ഇവിടുന്ന് മറൈൻ ഡ്രൈവ്ക്ക് 34 മിനിറ്റ്. ഇതുണ്ടോ നീളത്തിൽ ഇങ്ങനെ റെഡായി കിടക്കാണ്. റെഡിന്റെ പുറമെ ഒരു മഞ്ഞ കളറും വന്നിക്കണേ. വൻ സീന്. കാക്കനാട്ടുക്കും ഉണ്ട് കേട്ടോ നല്ല ബ്ലോക്ക്. കാക്കനാട്ടുക്ക് 20 മിനിറ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ കറക്റ്റ് പൈപ്പ് ലൈൻ റോട്ടിലാണ് നിൽക്കുന്നത്. കാക്കനാട്ടിക്കൊക്കെ വേറെ ഏതൊക്കെയോ വഴിയാണ് കാണിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള വഴി. ഇതിലേക്ക് മാറ്റുമ്പോൾ കണ്ടോ ചുവപ്പ് കളറ്. ഇതാണ് ശരിക്കുള്ള വഴി. പിന്നെ നമ്മളെ തുതിയൊരു വഴിയാണ് കാണിച്ചത്. ആയിക്കൂടിയും ബ്ലോക്കായി ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇനി 6:42 ആയിട്ടുണ്ട് സമയം. നമുക്കൊരു ഇന്നലത്തെ പോലെ 8 മണിയൊക്കെ ആകുമ്പോൾ ഓണാക്കാം. അതുവരെ ഇനി മൊബൈലിൽ കളിക്കാം. സമയം ഇപ്പോഴേ 8:31 ആയിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എന്താ സ്ഥിതി എന്നാവോ, ബ്ലോക്കിന്റെ അവസ്ഥ എന്തായിക്കോണെന്ന് അറിയില്ല. നമ്മൾ നിൽക്കുന്ന അവിടുന്ന് മറൈൻ ഡ്രൈവ് അടിച്ചോക്കട്ടെ. 20 മിനിറ്റ് ആണ് കാണിക്കുന്നത്. 14 മിനിറ്റ് ആണ് ശരിക്കും ഉണ്ടാവേണ്ടത്. മാപ്പിൽ റെഡ് ഒന്നും കാണിക്കുന്നില്ല. ഇത് പിന്നെ സ്ഥിരം ഉണ്ടാവുന്നതാണ് ആ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ, ദേശാഭിമാനിന്റെ അവിടെയാണ്. വേറെ റെഡ് കളർ ഒന്നും കാണില്ല, മാറിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഊബർ ഇനി ഏണിങ്സ് കാണിക്കുന്നില്ല കേട്ടോ. ഏണിങ്സ് ഞാൻ ഐഡാണ്, കാരണം എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നെ റാപ്പിഡോ കണ്ടാലും കുഴപ്പമില്ല. 363 രൂപയാണ് റാപ്പിഡോന്റെ ഏണിങ്സ് നാളെ. അപ്പൊ റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയ ഉടനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കിലോമീറ്ററിൽ പിക്കപ്പില് ലുലുമാൾക്കാണ്. കവ്യരാജ് അല്ലേ, ലുക്സോ കൊച്ചി എന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇതിപ്പോ എവിടുന്നാണ് സ്ഥലം? നമ്മളെ സിവിൽ ലൈൻ റോട്ടിൽ നിന്നാണ്.
യൂട്ടൺ അടിച്ചു വരണം. നമ്മളിപ്പോൾ ഇവിടെ കുന്നുംപുറം ജംഗ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലുലു മാളിൽ നിന്ന് ഇങ്ങോട്ടൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവിടുന്ന് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ലുലു മാളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ കുന്നുംപുറത്താണ് ഉള്ളത്, കണ്ടോ? ഇവിടെയാണ് കസ്റ്റമർ നിൽക്കുന്നത് ലുലു മാളിൽ. അവിടുന്ന് എടുത്തിട്ട് നേരെ കച്ചേരിപ്പടി റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും. 2.7 കിലോമീറ്റർ 11 മിനിറ്റ് ഉണ്ട് ലുലു മാൾക്ക് എത്താൻ. അവിടുന്ന് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ട്രിപ്പ് അടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതിന് നമുക്ക് പൈസ ഇട്ട്. ഇനിയിപ്പോൾ ഇതിന് പിക്ക് ചെയ്യണതിന് പൈസ ഇട്ടൂല. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ദൂരം ഇനി പിക്ക് ചെയ്യാൻ പോകണം. അതിന് മുമ്പൊരു ട്രിപ്പ് അടിച്ചിട്ടോ. ഈ ഇത് ഏലൂർ റോഡാണ്, നമ്മളെ ഏലൂരല്ല മഞ്ഞുമ്മൽ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ആ പെണ്ണ് ക്യാൻസൽ ചെയ്തു. ബിന്ദു എന്നായിരുന്നു പേര്. അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളെ ആളെ പിക്ക് ചെയ്യട്ടെ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും. 10 മിനിറ്റ് ഉണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, 2.5 കിലോമീറ്റർ അല്ലേ, അത് വിഷയമല്ല. നമ്മൾ പിക്ക് ചെയ്യാൻ വേറെയും കുറേ 6 കിലോമീറ്ററുള്ള ദൂരങ്ങൾ പോകലുണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല. 189 രൂപയുടെ 190 ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. ഒരു ഡ്രോപ്പ് ചെയ്യട്ടെ. ചിലപ്പോൾ അപ്പോഴേക്കും നമുക്ക് കാക്കനാടൊക്കെ എവിടേക്കും നോർത്തിൽ നിന്ന് ട്രിപ്പ് അടിക്കാം. നോർത്തിൽ നിന്നൊക്കെ നമുക്ക് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുന്നുംപുറത്തുനിന്നും ചിലപ്പോൾ ഈ നേരത്തിന് അടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ കിട്ടിയതെടുത്ത് പോവാം. റാപ്പിഡോയിൽ അടിക്കണുണ്ടോ 9 കിലോമീറ്ററിന് 225 റുപ്യ. ഇതിപ്പോൾ നമുക്ക് എടുത്താൽ ലാഭമായിരുന്നു. പക്ഷേങ്കിൽ മറ്റോ നമ്മളെ നോക്കിയിട്ടുണ്ടാവും. അത് ഈ ഭാഗത്ത് തന്നെയാണ് ആള് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് എടുക്കാൻ പോയാലോ നമ്മളെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് എടുക്കാമായിരുന്നു. അത് നമ്മളെ കൊല്ലം കുടിമുകൾക്കാണ്, നമ്മളെ റൂമിൻ്റെ ഏകദേശം അടുത്തേക്കാം. 225 റുപ്യ കിട്ടും. 9 കിലോമീറ്റർ ഉള്ളൂ. ഇതിപ്പോൾ എത്ര ഒരു 8 കിലോമീറ്ററോളം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോണത്. 180 രൂപയാണ് അതിൽ കാണിച്ചത്. അത് അതിൻ്റെ ഒരു ടാക്സ് കഴിച്ചാൽ 150 കിട്ടുമായിരിക്കും. നഷ്ടമായി. അങ്ങനെ നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ട്രിപ്പും കഴിഞ്ഞിട്ടോ. ഇവർ 3 പേരായിരുന്നു. 3 പേരല്ല 5 പേരുണ്ടായിരുന്നു. പക്ഷെ ആളൊരു മാന്യനാട്ടോ. 4 ആണും 4 പെണ്ണും 1 ആണുമാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് കയറുന്നതിന് മുമ്പ് 5 ആളുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ 5 ആൾ പോകൂല എന്ന് പറഞ്ഞ്. പിന്നെ അയാൾ ഒന്നും പറയാനൊന്നും നിന്നില്ല. 3 ആൾ ഇതിലും കയറി, 2 ആൾ അടുത്ത വണ്ടി ബുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ വൈഫും ആയിരിക്കും. അപ്പോൾ എന്നിട്ട് അവർ 3 പേര് ഇതിൽ കയറി. കാരണം കയറാനും പറ്റൂല, അത്രക്ക് വലിയ ആൾക്കാരാണ്, 5 ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ 180 രൂപയാണ് നമുക്ക് കിട്ടിയത്. 240 ടോട്ടൽ ആയത്. ഇപ്പൊ തന്നെ നമ്മളെ വണ്ടി പൊളിഞ്ഞേന്. ഈ ഗേറ്റ് ഉണ്ടോ ഇത്ര അടുത്തേക്ക് എത്തി നമ്മളെ വണ്ടിന്റെ. വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇത് ഇതുവരെ അടച്ചുകൊണ്ടാ നിന്നിന്. ഇത് ആരെയും തുറന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാറ്റടിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ എന്തോ ആടി വരുന്നത് കണ്ട്. ഈ നോ പാർക്കിങ്ങിന്റെ ബോർഡ് ഉണ്ടായതുകൊണ്ട് കണ്ണിന്റെ സൈഡിൽ ചെറുതായിട്ട് കണ്ടെന്തോ വരുന്ന പോലെ. ഇപ്പൊ തന്നെ വണ്ടി പൊളിഞ്ഞേനെ. നമ്മളെ സെലീലിന്റെ വണ്ടിന്റെ ഡോറൊക്കെ ഇതേപോലെ ഏതോ ഫ്ലാറ്റിന്റെ ഗേറ്റ് അടച്ചിട്ട് പണിയായിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ നിർത്താനും പറ്റൂല, നോ പാർക്കിംഗ് ആണ്. നമുക്കൊന്നും പറയാനും പറ്റൂല. കാറ്റടിച്ചപ്പോൾ ഓപ്പൺ ആയതാവും. അപ്പുറത്തും തുറന്നിട്ടുണ്ട് കുറച്ച്. ഞാൾ ഇവിടെ എവിടെയും മറിഞ്ഞിട്ടുണ്ടോ തുറന്നു കാണ്ട്. ഇവിടുന്ന് ഏതായാലും വണ്ടി എടുത്ത് പോട്ടെ, അല്ലെങ്കിൽ പണിയാവും. നമ്മളെ പരിപാടി നിർത്താനായിട്ടുണ്ട്. സമയം 10:26 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാം. ഇനി വല്ല ഫോട്ടോച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ തൃക്കാക്കര വമനമൂർത്തി ടെമ്പിൾ റാപ്പിഡോയിലും ഇടാം. റാപ്പിഡോയിൽ നിന്ന് ഇപ്പോൾ എത്ര റുപ്യക്ക് ഓടിയത്? 300 ആണെന്ന് തോന്നുന്നു. 363 രൂപക്ക്. ഇതിൽ തൃക്കാക്കര. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കട്ടെ. വല്ല ട്രിപ്പ് അടിക്കോക്കാം. അപ്പോൾ നമ്മളിപ്പോഴേ ഇവിടെ ആലുവ ഭാഗത്ത് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഉള്ളത്. ഇവിടേക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃക്കാക്കര ലൊക്കേഷൻ ഇട്ടപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ 2 ഹിന്ദിക്കാരന്മാരാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ടോട്ടൽ ഓടിയത് 2,383 രൂപയാണ്. അപ്പോൾ നമ്മളെ ഇന്ന് വീഡിയോ ഇട്ടിയിൽ ഇന്നലത്തെ ഏർണിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആളെ കണ്ടുപിടിക്കുക. 2,399 റുപ്യാണ് ഇന്നലെ ഓടിയത്. 13 ട്രിപ്പ് 12 മണിക്കൂർ 27 മിനിറ്റ്. ഇന്നും 13 ട്രിപ്പാണ്. 2,383 രൂപ. ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ നാളെ ഇതല്ല ചോദ്യം. നാളെ ഇന്ന് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത് മാത്രമായിട്ട് കാട്ടി തന്നാൽ ഈ ഗ്രാഫ് ഒപ്പം നിൽക്കണത്. അപ്പോൾ ഏകദേശം ഇതേ ആൻസർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. സമയം വ്യത്യാസമുണ്ട്, പക്ഷേങ്കിൽ 2,399 റുപ്യ അങ്ങനെയാണ് ഇന്നലത്തെ ഏർണിങ്സ്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് നമുക്ക് നോക്കി നോക്കാം. ആരാണ് പറഞ്ഞേക്കണേ നോക്കി നോക്കട്ടെ. 2,550, 2,850, 3,200, 2,400. 2,400 ആട്ടോ അടുത്തുള്ളത്. ഓക്കെ, ഇത് 5 മണിക്കൂർ മുമ്പിട്ട് 4 മിനിറ്റ് മുമ്പിട്ട്. അപ്പോൾ 2,400 ആളാട്ടോ. ഇത് 5 മണിക്കൂർ മുമ്പ് ഇടും ചെയ്തിക്കണം. ഇയാളും 5 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇയാൾ 3,000 ഇട്ടിക്കണേ ഡ്രീം വാൾക്ക്. അപ്പോൾ 2,400 ഇന്നത്തെ വിന്നർ. നവാസ് KL 1661. അപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ചു നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആളെ കമൻറ്റിന് മാത്രം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്.
കറക്റ്റ് ആൻസർ GPay നമ്പർ അയക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ഇനി നമ്പർ അയക്കട്ടെ. നമ്പർ അയക്കുമായിരിക്കും, 5 മണിക്കൂർ മുമ്പ് ഇട്ടതാണ്. അപ്പോൾ ഇനി നാളത്തെ ചോദ്യം അതാണ്. ഇന്ന് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടിയത്? 2,383 രൂപക്കാണ് ഓടിയത്. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്നാണ് നാളത്തെ ചോദ്യം. ടോട്ടൽ 69,062 കിലോമീറ്റർ അതിൻ്റെ നമ്മളത്. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയത്, രാവിലെ ഇറങ്ങിയപ്പോൾ ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, 0 ആക്കിയിട്ടുണ്ടായിരുന്നു. നാളെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് നാളത്തെ ചോദ്യം. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതുപോലുള്ള റൂൾ തന്നെയാണ്. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3000 രൂപക്കൊക്കെ ഏൺ ചെയ്യാൻ ഏകദേശം ഒരു 200 കിലോമീറ്റർ 190 കിലോമീറ്ററൊക്കെയാണ് നമ്മൾ ഓടൽ. അപ്പോൾ ഇന്നിപ്പോൾ 2,300 സംതിങ് ആണല്ലോ. അപ്പോൾ നാളെ എത്ര കിലോമീറ്റർ ഓടി വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനിപ്പോൾ 50-ൻ്റെ ഡിഫറൻറ്റ് വെക്കുന്നില്ല. മറ്റെന്നാലും ഞാൻ പറഞ്ഞില്ല, 50 കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. അത് ഇതിൽ വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആകെ കുറച്ച് കിലോമീറ്ററൊക്കെ ഓടുള്ളൂ. അപ്പോൾ 10-ൻ്റെ ഡിഫറൻറ്റ് വെക്കാം. അപ്പോൾ നിങ്ങൾ 110 പറയണമെന്നുണ്ടെങ്കിൽ 120-ൻ്റെയും 100-ൻ്റെയും അതിൻ്റെ അടുക്കുള്ള ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് ആൻസർ ആക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, 2,399 ആണ് നമ്മളെ ഇന്നത്തെ ഏണിങ്സ് ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ 2,400 പറഞ്ഞു, 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കും. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഒരേപോലത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് നോക്കും. ആളായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ കിലോമീറ്റർ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ ആഷിക്ക് അവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ ആഷിക്കിൻ്റെ അവിടെ എത്തും. അവിടെ പോയിട്ട് അവനെയും കൂട്ടിയിട്ട് ഇന്നലെ പോയടത്തേക്ക് പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.